ഹായ്. ദിലീപ് നായകനായി ലാലേട്ടൻ ഗസ്റ്റ് റോൾ കൈകാര്യം ചെയ്ത ബബ്ബബ്ബ എന്ന സിനിമയുടെ ആദ്യ ദിവസം പൂർത്തിയാക്കി. സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തത്? വിദേശ രാജ്യങ്ങളിൽ ഒരുപക്ഷെ കളക്ഷൻ കുറവായിരിക്കും. അതിനുള്ള കാരണം ഇന്നലെ വിദേശ രാജ്യങ്ങളിൽ പല ഷോസും നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് ലൈസൻസ് കയറാത്തത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് പല ഷോസും നടന്നിട്ടില്ല. അതുകൊണ്ട് വിദേശ മാർക്കറ്റിൽ കുറച്ച് കളക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം അടിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ ട്രാക്കിങ്ങിലൂടെ മാത്രം സിനിമയ്ക്ക് 6 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും 7.5 കോടിക്ക് മുകളിൽ ഫസ്റ്റ് ഡേ കളക്ഷനായി കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഈ 7.5 കോടി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കളക്ഷനാണ്. ഒരു മലയാള സിനിമ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയാണ്. അതിന് പിന്നിലായിട്ട് ഒടിയനാണ് ഉണ്ടായിരുന്നത്. 7 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷനായി നേടിയിരിക്കുന്നു. ഇപ്പോൾ ഒടിയന് മുകളിൽ ബബ്ബബ്ബ എന്ന സിനിമ വന്നു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദിലീപിന്റെ ഒരു സിനിമയ്ക്കും വേൾഡ് വൈഡ് കളക്ഷനായിട്ട് പോലും ഈ പറയുന്ന 6 കോടിക്ക് മുകളിൽ നേടാൻ സാധിച്ചിട്ടില്ല ആദ്യ ദിവസം. അപ്പോഴാണ് ബബ്ബബ്ബ എന്ന സിനിമ കേരളത്തിൽ നിന്ന് മാത്രം 7.5 കോടിയോളം കളക്ഷൻ നേടിയെടുക്കുന്നത് എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതം തന്നെയാണ്. തീർച്ചയായും ബബ്ബബ്ബ എന്ന സിനിമ വലിയ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. സിനിമയ്ക്ക് ഇപ്പോഴും ബുക്കിംഗ് മികച്ച രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ച എക്സാമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും സിനിമയ്ക്ക് നല്ല രീതിയിൽ ബുക്കിംഗ് ഉണ്ട്. ഇന്നത്തോടുകൂടി സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടി എന്ന നേട്ടം മറികടക്കുന്നതാണ്. വേൾഡ് വൈഡ് കളക്ഷൻ തീർച്ചയായും വൈകുന്നേരത്തോടെ മാത്രമേ വരികയുള്ളൂ. എന്തായാലും വിദേശ രാജ്യങ്ങളിൽ കുറച്ച് കളക്ഷൻ ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഷോസും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഷോ ഉണ്ടായിരുന്നതാണെങ്കിൽ തീർച്ചയായും ബബ്ബബ്ബ എന്ന സിനിമ 20 കോടിയോളം എത്തിയേനെ. ഇതിപ്പോ എന്താവും എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും സിനിമയ്ക്ക് നല്ല രീതിയിൽ ഡീഗ്രേഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സിനിമ ഗംഭീര സിനിമയാണ് എന്നും പറയുന്നില്ല. ഒരു ആവറേജ് സിനിമ, അതിനപ്പുറത്തേക്ക് സിനിമയില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. ഈ ആവറേജ് ആയിട്ട് പോലും സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നാളെയും മറ്റന്നാളും സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ ആയിരിക്കും. ഇവിടെ സമ്മിശ്ര പ്രതികരണമായിട്ട് പോലും സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാത്തിരിക്കാം സിനിമ എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കും എന്നറിയാനായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.